അപ്പൊ അമ്മക്ക് ഇത്രയും വാഹനങ്ങൾ ഉള്ളതിൽ അമ്മക്ക് ഓടിക്കാൻ ഏറ്റവും ഇഷ്ടം ടൂ വീലർ തന്നെയാണ്. ഇപ്പോഴും ഞാൻ ടൂ വീലർ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു 98% സ്ത്രീകളും ടൂ വീലർ ഓടിക്കുമ്പോഴേ അവര് സാധാരണ നമ്മൾ ആണുങ്ങളാണെങ്കിൽ ഒരു കാലിലായിരിക്കും ഇത് ബാലൻസ് ചെയ്ത് നിർത്തുക. ഇവര് രണ്ട് കാല് വെച്ചിട്ടായിരിക്കും ഇത് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്നൊരു അവസ്ഥ വരും. അപ്പൊ അമ്മ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെ, ഞാനത്ര ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ മിക്കവരും രണ്ട് കാലും ഇങ്ങനെ വെച്ചിട്ട് പോണത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ, അതൊക്കെ തന്നെത്താനെ പഠിക്കുന്നതാണ്. എവിടെയെങ്കിലും ചെന്ന് പഠിച്ച് ഇപ്പൊ ഈ 4 വീലർ 2 വീലർ ഇതൊക്കെ എല്ലാം പഠിക്കുമ്പോൾ ഒരു ബേസിക് കിട്ടൂലേ? അത് നമ്മൾ തന്നെത്താനെ പഠിച്ചാൽ ആ ബേസിക് കിട്ടൂല. അപ്പൊ അങ്ങനെ വന്നിട്ടുള്ള ഒരു തകരാറായിരിക്കും അത്. പിന്നെ പെണ്ണുങ്ങൾക്ക് സ്വതവേ പേടി കൂടുതലാണ്. എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ വീടിനും ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ എല്ലാവർക്കും പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ വീട്ടുകാർ നോക്കണവരെന്നുള്ള ഒരു കൺസെപ്റ്റൊന്നും ഇപ്പോഴും മാറിയിട്ടില്ല. അപ്പം ആ ഒരു പേടി കൊണ്ടാണ് കൂടുതലും ആൾക്കാർ അവർ സേഫാണെന്നായിരിക്കും അവർക്ക് തോന്നണത്. പക്ഷെ നമ്മളൊക്കെ പഠിക്കുമ്പോൾ അതിനെപ്പറ്റി പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്കറിയാം ഏത് വശത്തോട്ടാണ് വണ്ടി ചെരിയേണ്ടതെന്നും എങ്ങനെ നിൽക്കണമെന്നൊക്കെ ഒരു ബേസിക് ക്ലാസ് കിട്ടിയാൽ എപ്പോഴും അത് നന്നായിരിക്കും. ശരിക്കും ഈ പേടി എന്ന് പറയുന്ന ഒരു സംഭവം ഫാക്ടർ ഉണ്ടല്ലോ. ഇപ്പം അമ്മയ്ക്ക് ഇത് ഇത്രയും വലിയ വലിയ എക്യുപ്മെന്റ്സ് ഓടിക്കുമ്പോഴൊക്കെ ആദ്യം ഭയങ്കര പേടി തന്നെയായിരുന്നു. തീർച്ചയായിട്ടും കാറൊക്കെ പഠിക്കുമ്പോൾ നല്ല പേടിയായിരുന്നു. ഇപ്പൊ പക്ഷെ വലിയ വണ്ടി വരെ ഓടിക്കുമ്പോഴും ആദ്യം പേടിയുണ്ടാവും. പക്ഷെ ഓടിച്ചോടിച്ച് അങ്ങോട്ട് വരുമ്പോ ആ പേടി മാറും. അപ്പൊ ഒരുപാട് ഇപ്പോ ആൾക്കാര് അമ്മയെ പോലുള്ളവരെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്. സ്ത്രീകളാണെങ്കിൽ അത് കണ്ടിട്ട് എനിക്കും ആകണം എന്നുള്ള ഒരു രീതി. ഇപ്പൊ പലരും വരുന്നുണ്ട്. ഹെവി എടുക്കുന്നുണ്ട്, JCB എടുക്കുന്നുണ്ട് പെണ്ണുങ്ങളൊക്കെ. നേരത്തെ ഒന്നും അങ്ങനെ ആരും രംഗത്തോട്ട് വരുന്നില്ല. അപ്പൊ അവരൊക്കെ പറയണത് അമ്മയ്ക്ക് ആകാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് എന്നേലും പ്രായം കുറവ് കുറച്ചും കൂടി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ്. അപ്പൊ അവര് ആ ഒരു പ്രചോദനം ആവശ്യത്തിലേക്ക് അല്ലെങ്കിൽ പോലും ലൈസൻസ് എടുക്കുന്ന ആൾക്കാർ ഇപ്പോൾ ലേഡീസ് ഉണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ കുറച്ച് സ്ത്രീകളൊക്കെ ഇങ്ങനെ നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്നു. ചിലപ്പോൾ ചിലർ ബുള്ളറ്റ് ഓടിച്ചു പോകുന്നുണ്ട്, ചിലർ ടൂ വീലറൊക്കെ ഓടിച്ചു പോകുന്നുണ്ട്. ഇപ്പോഴത്തെ ചെറിയ കുട്ടികളൊക്കെ ബുള്ളറ്റ്, പിന്നെ കല്ല് ഗിയറുള്ള വണ്ടി തന്നെ വേണമെന്ന് സാറ് നമ്മുടെ മന്ത്രിയും പറഞ്ഞിട്ടുള്ളത് കൊണ്ട് പിള്ളേരൊക്കെ പെൺപിള്ളേരെല്ലാം അപ്പൊ ഇങ്ങനെ ഉള്ളവരെ കാണുമ്പോഴേ ഇപ്പൊ ഈ കാലഘട്ടത്തിൽ കുറച്ചൊക്കെ മാറി വരുന്നുണ്ട് കുറെ. പക്ഷെ എന്നാ പോലും പലരും സ്ത്രീകൾ പോകുമ്പോ ദേടാ ഒരു പെണ്ണ് പോകുന്നു എന്നൊക്കെ പറയുന്നവർ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അമ്മ കാണുമ്പോ ഇങ്ങനെ സ്ത്രീകൾ ഇങ്ങനെ പോകുന്നു, കുട്ടികൾ ഇങ്ങനെ പോകുന്നു എന്നുള്ളത് കാണുമ്പോഴേ അമ്മയ്ക്ക് തോന്നാറുണ്ടോ ഞാൻ 81 കാലഘട്ടത്തിൽ ഈ സീനൊക്കെ വിട്ടതാ മോളെ എന്നൊക്കെ തോന്നാറുണ്ടോ? അങ്ങനെയല്ല, എനിക്ക് അഭിമാനമാണ് തോന്നുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾ നല്ലതായിട്ട് അത് കൈകാര്യം ചെയ്യാൻ പേടി എന്ന് പറഞ്ഞത് ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കൊന്നും ഇല്ല. പിന്നെ വളരെ കുറച്ച് പേർക്കൊക്കെ ഉണ്ട്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പല തലമുറകൾ, എനിക്കൊന്ന് 3 തലമുറകളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു സ്ത്രീ ശക്തിയായിട്ട് മാറിയതിൽ അമ്മയ്ക്ക് ശരിക്കും അഭിമാനമാണോ, സന്തോഷമാണോ, അതേ അത്ഭുതമാണോ? അത്ഭുതമാണ്. എനിക്ക് ഇങ്ങനെയൊന്നും സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ള ഒരു കാര്യമല്ല. ഇപ്പോൾ അപ്പൂപ്പൻ, മകൻ, പേരക്കുട്ടി ആ ഒരു സ്റ്റേജിലോട്ട് എല്ലാവരും ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു കാരണക്കാരിയായതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതുപോലെ തന്നെ ഇപ്പൊ അമ്മ ഇവിടെ നാട്ടിലും ഒക്കെ വളരെ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണല്ലോ. അതായത് എല്ലാരും ഭയങ്കര ആരാധനയോടെയൊക്കെ നോക്കിക്കാണും. ജീപ്പും കാറ്, ഫോക്ക് ലിഫ്റ്റ് എന്തൊക്കെയാ ഓടിക്കുന്നത്, ട്രെയിലർ, അങ്ങനെയൊക്കെയുള്ള എല്ലാ സാധനങ്ങളും ഓടിക്കുന്നുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് ഒരു ആരാധനാ മനോഭാവമാണോ? അതായത് ഇപ്പൊ നമ്മളൊരു ഫംഗ്ഷനൊക്കെ പോകുമ്പോഴോ കാണുമ്പോഴോ ഒക്കെ? തീർച്ചയായിട്ടും ഏത് ഫംഗ്ഷനിൽ പോയാലും എല്ലാവർക്കും സെൽഫി എടുക്കണം. അങ്ങനെ അത് കുട്ടികളാണ് കൂടുതൽ എന്നെ തിരിച്ചറിയാം. കാക്കനാട് ഒരു എക്സ്പോ മിനിഞ്ഞാന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ പോയപ്പോൾ എൻ്റെ പുറകെ പിള്ളേരെ ഓടി. ഞാനിങ്ങനെ പേരക്കുട്ടിയായിട്ട് ഇങ്ങനെ ചുറ്റി നടക്കുമ്പോൾ ഒരു ഹരിപ്പാടുള്ള ഒരു സ്ത്രീ ഓടി വന്നിട്ട് ഒരു സെൽഫി എടുത്തോട്ടെ അമ്മ, എന്നിട്ട് എൻ്റെ മക്കളാണ് പറഞ്ഞത് അമ്മയാണ് ഈ പോണ അമ്മയാണ് ഈ വണ്ടി ഓടിക്കുന്ന ആളെന്ന്. അങ്ങനെ ഒന്ന് എല്ലാം ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ടായിട്ട് കുട്ടികളടക്കം ഓരോരുത്തർക്കും സെൽഫി എടുക്കണം, അങ്ങനെ ഫോട്ടോ എടുക്കണം. അത് ഭയങ്കര സന്തോഷമാണ്. അവർക്ക് എന്നെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അത് ശരിക്കും പറഞ്ഞാല് ഈ ഒരു ഇതുകൊണ്ടല്ലേ ഇതെല്ലാം നേട്ടം അല്ലേ? തീർച്ചയായിട്ടും. ഹസ്ബൻഡ് അന്ന് അതെ, ഇല്ലെങ്കിൽ ഞാനൊന്നും ആവൂല. അതെന്ന് വെച്ചാൽ വിദ്യാഭ്യാസം കുറവ്, പിന്നെ നമ്മൾ വേറൊരു രംഗത്തോട്ട് അങ്ങനെ ഇറങ്ങണില്ലല്ലോ. പുള്ളിക്കാരൻ്റെ ആ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് ഞാൻ ഇങ്ങനെ എത്തിയിട്ടുള്ളത്.
ഇന്നിപ്പോ മണിയമ്മ എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് പേർക്കൊരു ഇൻസ്പിറേഷനും റോൾ മോഡലും ആണ്. ഇപ്പൊ അമ്മയ്ക്ക് റോൾ മോഡൽ ആക്കിയ വ്യക്തികളോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് ഏറ്റവും വലിയ, എന്ന് വെച്ചാൽ പുള്ളി ഒരു ജോലിയല്ല, പലതരം ബിസിനസ് ചെയ്തിട്ടാണ് ഈ ഒരു രംഗത്തോട്ട് എത്തിപ്പെട്ടത്. അത് ഒന്നും ചെയ്യാൻ ഒരു മടിയോ അങ്ങനെ ഇപ്പൊ നഷ്ടം വന്നെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയുള്ള പേടിയോ പിന്നെ അടുത്തത് ചെയ്യാതിരിക്കുവോ അങ്ങനെയൊന്നുമില്ല. ഒരെണ്ണം പോയെങ്കിൽ അടുത്തത്, അങ്ങനെ പലതരം ജോലികൾ ചെയ്തിട്ടാണ് ഈ രംഗത്തോട്ട് എത്തിപ്പെട്ടത്. അതായത് ഇതല്ലാതെ വ്യത്യസ്തമായ പല ജോലികൾ. ഒരുപാട് പരിശ്രമം ഉണ്ടായിരുന്നു ഇതിന്റെ പുറകിൽ. തീർച്ചയായിട്ടും ഇവര് മക്കളൊക്കെ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ മുതൽ ഇപ്പൊ ഈ ഡ്രൈവിംഗ് സ്കൂളിലോട്ട് അവർ പഠിപ്പിക്കാൻ പോകും. അങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ടാണ് അവര് പഠിക്കാൻ പോണത്. അതുകൊണ്ട് അവർക്ക് അത് പഠിത്തമൊന്നും വലിയ കൂടുതലായിട്ട് അവർക്ക് കിട്ടിയിട്ടില്ല. ഇപ്പൊ അവരുടെ മക്കളെ നമുക്ക് പഠിപ്പിക്കാൻ കഴിയുന്നുണ്ട്. അവരും പക്ഷെ ഇതിൽ ഇൻവോൾവ് ആണ് ഇപ്പോഴും. ഇതിന്റെ തന്നെ പല കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഉള്ള ഓരോ രംഗത്തും അവരും ഭയങ്കര സപ്പോർട്ടാണ്. A to Z ഡ്രൈവിംഗ് സ്കൂൾ അല്ലേ, അതിലേക്ക് വന്ന വഴി എങ്ങനെയാണ്? അതായത് ഇപ്പൊ A to Z എന്ന് പറയുന്ന ആ പേരൊക്കെ ഒരു പ്രത്യേകത. അതൊക്കെ ഹസ്ബൻഡ് തന്നെ തീരുമാനിച്ചതെന്ന് വെച്ചാൽ ആദ്യം ഞങ്ങൾക്ക് പ്രദീപ് എന്ന് പേരുണ്ടായിരുന്നു. പ്രദീപ് അപ്പൊ ഇവിടെ അടുത്ത് തന്നെ ഒരു ഡ്രൈവിംഗ് സ്കൂളുകാർ അവര് പറയും ഞങ്ങളും അവരും ചേട്ടൻ അനിയനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പൊ നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ലാത്ത കണ്ടീഷനിലായി. അപ്പോൾ ഈ A to Z പേര് സെലക്ട് ചെയ്ത് ഇത് ആർക്കും കൊടുക്കാൻ പാടില്ലെന്ന് ഉള്ള ആ ലൈസൻസും കൂടി നമ്മൾ എടുത്തിട്ട് രജിസ്ട്രേഷൻ ചെയ്തു അല്ലേ? അതെ, A മുതൽ Z വരെ. അങ്ങനെ അതായത് ഡ്രൈവിംഗിന്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ആ പേര് ആർക്കും കൊടുക്കാൻ പാടില്ല എന്നുള്ളത് നമ്മുടെ പേര് നമുക്ക് തന്നെ രജിസ്റ്റർ ചെയ്ത. ഇപ്പൊ ഇന്നത്തെ കാലത്ത് പോലും ഡ്രൈവിംഗ് സ്കൂളുകൾ ഒരുപാട് കോമൺ അല്ല, ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇപ്പൊ നമ്മള് പല ബിസിനസ്സുകൾ നോക്കുന്ന പോലെ അത്ര കണ്ട് കോമൺ അല്ല. അപ്പോ അന്നത്തെ കാലത്ത് എങ്ങനെയാണ് ഈ ഒരു ഐഡിയ മനസ്സിൽ വരുന്നത്? അത് ഹസ്ബൻഡ് തന്നെ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ മക്കളും കൂടി സപ്പോർട്ടായി. ഇപ്പൊ പേരക്കുട്ടി ബിസിനസ് മാർക്കറ്റിംഗ് ആണ്. അയാള് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതെല്ലാം തരത്തില് എങ്ങനെയെല്ലാം ഇമ്പ്രൂവ് ആക്കാവോ അതിനു വേണ്ടി അയാള് എല്ലാ രാജ്യങ്ങളിലും ഒക്കെ പോയി ഇതെല്ലാം പഠിച്ചുകൊണ്ടിരിക്കണം, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം. അതായത് അതിന്റെ ആധുനിക സജ്ജീകരണങ്ങളെല്ലാം കൊണ്ടുവരികയാണ് അല്ലേ, വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ളത്. ഇപ്പൊ നമ്മള് തന്നെ ഇപ്പൊ ഡിപ്ലോമ കോഴ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പലതരം കോഴ്സുകൾ, 1 വർഷത്തെ കോഴ്സ്, 6 മാസത്തെ കോഴ്സ്, 3 മാസത്തെ കോഴ്സ്, അങ്ങനെ ഡ്രൈവിംഗ് പഠിപ്പിച്ച് അങ്ങനെ വെറുതെ ലൈസൻസ് എടുത്ത് പോണ ആ ഒരു കാര്യത്തിലല്ല. അല്ലാത്ത തന്നെതായ ധാരാളം കാര്യങ്ങൾ ഈ ഇപ്പൊ അത് കൊച്ചുമകന്റെയും കൂടി ഈ നോട്ടത്തിലാണ് അത് ഇത്രയും വളർന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ നാട്ടിലും വിദേശത്തുമായിട്ട് ഒരുപാട് ജോലി സാധ്യതകളും കൂടെ ഉണ്ട്. വിദേശത്തുള്ള ധാരാളം കമ്പനിക്കാർ നമ്മളെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അത് റിക്രൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ അവർക്ക് സ്പേസ് കൊടുക്കും, നമ്മൾ വണ്ടി കൊടുക്കും. ഇത്ര അധികം വണ്ടികൾ ഒന്നിച്ചുള്ള ഒരു വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ല. ചിലടത്ത് ഫോർക്ക് ലിഫ്റ്റ് ഉണ്ടാവും, ചിലടത്ത് JCB ഉണ്ടാവും, ചിലടത്ത് ക്രെയിൻ ഉണ്ടാവും, ചിലടത്ത് റഫ് ട്രെയിൻ ക്രെയിൻ ഉണ്ടാവും. പക്ഷെ എല്ലാം കൂടി ഒന്നിച്ചുള്ള ഒരു ഇന്ത്യയിലെ ഏക സ്ഥാപനം എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം.